എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ മാത്സിലെ ലസാഗു ഉസാഖ എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഭാഗത്ത്, അതായത് ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ ചോദ്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. നമ്മൾ പഠിച്ചത് എന്താണ്, ലസാഗു എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ ഉസാഖ എന്താണ്, അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്, ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ LCM, HCF എന്നിവ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നത് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ലസാഗു ഉസാഖ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സും അതുപോലെ തന്നെ 2-3 തുടർ ഭാഗങ്ങളിലായിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സിമിലറായ അല്ലെങ്കിൽ ഒരു സമാനമായ ലോജിക്കിൽ പെട്ടുപോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ലസാഗു ഉസാഖ എന്നിവയും അവയുടെ ആ സംഖ്യകളുടെ ഗുണനഫലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു ആശയത്തെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ റിലേഷനാണ് നമ്മളിവിടെ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്നാൽ LCM × HCF ആയിരിക്കും. രണ്ട് സംഖ്യകളുടെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ രണ്ട് എന്നുള്ളതിനവിടെ വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് LCM, HCF അല്ലെങ്കിൽ ലസാഗു ഉസാഖ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് രണ്ട് സംഖ്യകൾക്ക് മാത്രമല്ല. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 3 സംഖ്യകൾക്കോ 4 സംഖ്യകൾക്കോ ഒക്കെ എത്ര വേണമെങ്കിലും സംഖ്യകൾക്ക് നമുക്ക് ലസാഗു അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കാം. എന്നാൽ ഈ ഗുണനഫലത്തിൻ്റെ ഈ റിലേഷൻ, ഈ ഒരു സമവാക്യം ബാധകമാകുന്നത് രണ്ട് സംഖ്യകളുടെ കേസിൽ മാത്രമായിരിക്കും. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമ്മളെടുത്താൽ ആ ഗുണനഫലം എന്നത് ലസാഗുവിൻ്റെയും ഉസാഖയുടെയും ഗുണനഫലം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആശയം നമുക്ക് പല ചോദ്യങ്ങളായി മത്സര പരീക്ഷകളിൽ ചോദിച്ച് കാണാറുണ്ട്. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന പല ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന റിലേഷനെ ഇങ്ങനെ എഴുതാം. അതായത് എക്സും വൈയുമാണ് രണ്ട് സംഖ്യകളെങ്കിൽ ഇപ്പോൾ x × y = LCM × HCF എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്തുനിന്നുള്ള സിമ്പിൾ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പോൾ എക്സും വൈയും ഒന്നുകിൽ നമുക്ക് ഈ ഗുണനഫലം തരുന്നു, എന്നിട്ട് LCM തരുന്നു, HCF എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. ഗുണനഫലവും LCM തന്നിട്ട് HCF ചോദിക്കാം. ഗുണനഫലവും HCF തന്നിട്ട് LCM ചോദിക്കാം. അല്ലെങ്കിൽ LCM ഉം HCF ഉം കൂട്ടത്തിൽ ഒരു സംഖ്യയും തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് വെറൈറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് ഗുണനഫലവുമായി കണക്റ്റഡ് ആയിട്ടുള്ള LCM, HCF ചോദ്യങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാം. ചോദ്യം വായിക്കാം. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 270 ഉസാഖ 3 ലസാഗു എത്ര? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്, അവയുടെ ഉസാഖ അല്ലെങ്കിൽ HCF തന്നിട്ടുണ്ട്, ലസാഗു അഥവാ LCM നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ റിലേഷൻ എന്താണ്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്നാൽ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഇവിടെ 270 ആണ്. ആ ഗുണനഫലം എന്നാൽ ഉസാഖയുടെയും ലസാഗുവിൻ്റെയും ഗുണനഫലമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് LCM എത്രയാണെന്ന് അറിയില്ല. LCM നമുക്ക് കണ്ടുപിടിക്കണം. LCM × HCF. HCF ഇവിടെ 3 എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്യാൻസൽ ചെയ്താൽ 3, 270 തമ്മിൽ ക്യാൻസലാവുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് വരാം. 3, 270 തമ്മിൽ ക്യാൻസലായാൽ നമുക്ക് കിട്ടുന്നത് 90 ആണ്. ആ 90 തന്നെയാണ് LCM. നമ്മളിപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് LCM = 90. അപ്പോൾ നമ്മുടെ ഉത്തരം 90 ആയിരിക്കും. അടുത്ത ചോദ്യം സിമിലർ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 72 ഗുണനഫലം 432 ആണെങ്കിൽ ഉസാഖ എത്ര? അപ്പോൾ ഇവിടെയും നമുക്ക് ഗുണനഫലം തന്നിട്ടുണ്ട്. ഗുണനഫലം 432 ആണ്. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ലസാഗു എത്രയാണെന്നറിയാം. ലസാഗു 72 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഉസാഖ എത്ര എന്നാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ ബേസിക് റിലേഷൻ മറന്നു പോകാതിരുന്നാൽ മാത്രം മതിയാവും. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം = ലസാഗു × ഉസാഖ. ആ ഒരു റിലേഷൻ മാത്രമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻസലേഷനിലൂടെ ഉത്തരത്തിലേക്ക് വരാം. 72, 432 എന്നീ സംഖ്യകളെ നമുക്ക് പലതരത്തിൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ട്, 4 കൊണ്ട്, 6 കൊണ്ട്, അല്ലെങ്കിൽ 12 കൊണ്ട്, അങ്ങനെ ഒരുപാട് സംഖ്യകൾ കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന സംഖ്യകളാണ് 432ഉം 72ഉം. എങ്കിലും നമുക്ക്
എളുപ്പത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾക്കതിനെ ഒന്നിച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 72ൻ്റെ പകുതി 36 വരുന്നു, 432ൻ്റെ പകുതി 216 വരുന്നു. അപ്പോൾ ഇനി ഒരു ക്യാൻസലേഷൻ നമുക്ക് ചെയ്യാവുന്നത് ഈ 36 × 6 216. അത് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഖ്യകളാണ്. 6നെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള 2 സംഖ്യകളാണ് 36ഉം 216. കാരണം ആ 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ 6ൻ്റെ സ്ക്വയറും 6ൻ്റെ ക്യൂബും കൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 മാത്രമായിരിക്കും ബാക്കിയാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ക്യാൻസൽ ചെയ്ത് ഉത്തരത്തിലേക്ക് വരാം. HCF = 6. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ ഉസാഖ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തീർച്ചയായിട്ടും 6. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവ യഥാക്രമം 288ഉം 2ഉമാണ്. സംഖ്യകളിൽ ഒന്ന് 32 ആണെങ്കിൽ രണ്ടാമത്തേത് ഏത്? 2 സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ സംഖ്യകളിൽ ഒന്നും നമുക്കറിയാം. അപ്പോൾ ഗുണനഫലം എന്നതിൽ ഒരു സംഖ്യ നമുക്കറിയില്ല. ഒരു സംഖ്യ എത്രയാണെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ സംഖ്യ 32 ആണ് എന്നറിയാം. അപ്പോൾ x × 32 ലസാഗുവും ഉസാഖയും ഗുണനഫലം എടുത്താൽ 288 2 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ക്യാൻസലേഷൻ നോക്കാം. 32 2 എന്നിവ ക്യാൻസലായാൽ 16 ബാക്കിയാവുന്നു അല്ലേ. ഇനി 288 16 നേർപകുതിയാക്കി കഴിഞ്ഞാൽ 16ൻ്റെ പകുതി 8, 288ൻ്റെ പകുതി 144. ഇനി 8 144 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പകുതിയാക്കാം. ഒന്നുകൂടി പകുതിയാക്കി കഴിഞ്ഞാൽ 8ൻ്റെ പകുതി 4, 144ൻ്റെ പകുതി 72 എന്ന് വരുന്നു. ഇനി നമുക്ക് അത് ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റണം. കാരണം 72 എന്ന് പറയുന്നത് 4 × 18 ആണ്. അപ്പോൾ 4ഉം 72ഉം ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് 18 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് രണ്ടാമത്തെ സംഖ്യ ഏതാണ് എന്നുള്ളതാണ്. ഒരു സംഖ്യ 32 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഇവിടെ 18 ആണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ തന്നെ മറ്റൊരു മോഡലിലേക്കാണ് വരുന്നത്. സംഖ്യകൾ മാത്രം മാറുന്നു, ബാക്കി ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ ഒന്നും മാറുന്നില്ല. സംഖ്യകൾ മാത്രം മാറിയുള്ള മറ്റൊരു ഉദാഹരണം. 2 സംഖ്യകളുടെ ലസാഗു, ഉസാഖ എന്നിവ യഥാക്രമം 144ഉം 12ഉമാണ്. അവയിൽ സംഖ്യകളിൽ ഒന്ന് 36 ആണെങ്കിൽ രണ്ടാമത്തേത് എത്ര? അപ്പോൾ ഒരു സംഖ്യ 36 ആണ്, രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല. രണ്ടാമത്തെ സംഖ്യ x ആണെന്ന് വിചാരിക്കാം. 36 × x. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലം. ആ ഗുണനഫലത്തെ നമുക്ക് LCMൻ്റെയും HCFൻ്റെയും ഗുണനഫലമായി എഴുതുന്നു. അതായത് 144 × 12 എന്ന് എഴുതുന്നു. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ക്യാൻസലേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ 36 12 തമ്മിൽ ക്യാൻസലായാൽ ഇവിടെ ബാക്കിയാവുന്നത് ഒരു 3 ആണ്. ഇനി ഈ 3ഉം 144ഉം തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 48 ആണ്. 48 × 3 ആണ് 144. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ x = 48. അടുത്ത ചോദ്യം ഇതാണ്. 2 എണ്ണൽ സംഖ്യകൾ 5:3 അംശബന്ധത്തിലാണ്. അവയുടെ ലസാഗു 120ഉം ഉസാഖ 8ഉം ആണെങ്കിൽ ചെറിയ സംഖ്യ ഏത്? 2 എണ്ണൽ സംഖ്യകളാണ്. ആ എണ്ണൽ സംഖ്യകൾ 5:3 അംശബന്ധത്തിലാണ്. അവയുടെ ലസാഗുവും ഉസാഖയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇതൊന്ന് പ്രോപ്പർ വേയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ടിലേക്ക് വരാം. അംശബന്ധം എന്ന് പറയുന്നത് 5:3 ആണ്. 5:3 അംശബന്ധത്തിലുള്ള 2 സംഖ്യകളെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുക 5x 3x എന്നായിരിക്കും. 5x 3x എന്നായിരിക്കും. അപ്പോൾ ഈ 5x 3xുമാണ് സംഖ്യകളെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് ഇവയുടെ LCM അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഫാക്ടറൈസേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ 5x എന്ന സംഖ്യ 3x എന്ന മറ്റൊരു സംഖ്യ. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക തീർച്ചയായും x കൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ x കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ക്യാൻസലേഷൻ ഇല്ലാത്ത രീതിയിലുള്ള 5 3 എന്നീ അഭാജ്യ സംഖ്യകളാണ് ലഭിക്കുക. അപ്പോൾ തീർച്ചയായും
നമ്മുടെ രണ്ട് സംഖ്യകളായ 5x-ൻ്റെയും 3x-ൻ്റെയും HCF ഏത് എന്ന് ചോദിച്ചാൽ HCF അവിടുന്ന് വ്യക്തമാണ്, ഈ x തന്നെയാണ് HCF. ഇനി നമ്മുടെ ചോദ്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഉസാഖ 8 ആണെന്ന് പറയുന്നുണ്ട്. ഉസാഖ 8 ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ഈ എക്സിൻ്റെ വിലയാണ് 8. x ഈക്വൽ ടു 8 എന്ന് നമുക്ക് മനസ്സിലാക്കാം. x 8 ആണെങ്കിൽ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 5x 3x. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതി നോക്കാം. എക്സിൻ്റെ വാല്യൂ 8 എന്ന് കൊടുത്താൽ സംഖ്യകൾ നമുക്ക് 5 × 8 40, രണ്ടാമത്തെ സംഖ്യ 3 × 8 24. അപ്പോൾ ഈ ചോദ്യത്തിലെ രണ്ട് സംഖ്യകൾ 40ഉം 24ഉമാണ്. അതിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം 24 ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഇതാദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി രണ്ടാമതും മൂന്നാമതും നമ്മൾ ഇതേ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന എക്സ് എന്നോ അല്ലെങ്കിൽ ഫാക്ടറൈസേഷനോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ചോദ്യത്തിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് ആ റേഷ്യോയിലെ സംഖ്യകളെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. റേഷ്യോയിൽ തന്നിരിക്കുന്ന സംഖ്യകളെ നേരെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ലസാഗു സംഖ്യകളുടെ ലസാഗു 120 എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. ലസാഗു എത്രയാണ് എന്നുള്ളത് നമുക്കിവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഉസാഖ മാത്രം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ഉസാഖ തരണമെന്ന് നിർബന്ധമില്ല, ലസാഗു മാത്രം തന്നാലും നമുക്ക് ഈ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ കാര്യത്തെ നമുക്കൊരു കുറച്ചുകൂടി വ്യക്തതയോടെ എഴുതിയാൽ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ A:B അംശബന്ധത്തിലാണ് എന്ന് കരുതുക. രണ്ട് സംഖ്യകൾ A:B അംശബന്ധം റേഷ്യോയിലാണ് എന്ന് കരുതുക. എന്നിട്ട് അവയുടെ HCF കൂടി തന്നു കഴിഞ്ഞാൽ, HCF കൂടി നമുക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് HCF × A ആയിരിക്കും. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് HCF × B ആയിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ഇനി ഇത്തരം ചോദ്യങ്ങളിൽ LCM HCF റേഷ്യോയുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് മുഴുവനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യേണ്ട ആവശ്യം വരരുത്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ റേഷ്യോയിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അതിനെ ഉസാഖയുമായി ഗുണിക്കുന്നു. 8 × 3 24 എന്ന് ഉത്തരം എഴുതുന്നു. സമാനമായിട്ടുള്ള ലോജിക്കിലുള്ള മറ്റൊരു ചോദ്യം. രണ്ട് എണ്ണൽ സംഖ്യകൾ 3:4 അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഖ 9 ആണെങ്കിൽ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ഉസാഖ 9 ആണ്, അംശബന്ധം 3:4 ആണ്. അപ്പോൾ വീണ്ടും 3:4 അംശബന്ധത്തിൽ നമുക്ക് ഉസാഖ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സംഖ്യകൾ കണ്ടുപിടിക്കാനായിട്ട് 3 × 9, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 3 × HCF 3 × 9 27, രണ്ടാമത്തെ സംഖ്യ 4 × 9 റേഷ്യോയിലെ രണ്ടാമത്തെ സംഖ്യയായ 4 അതിനെ 9 കൊണ്ട് ഗുണിക്കുന്നു. 4 × 9 36 കിട്ടുക. നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെയും തുക എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 27ഉം 36ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 63 എന്ന ഉത്തരമാണ്. അപ്പോൾ തുക 63 ആണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഇത് രണ്ട് സംഖ്യകളും എഴുതി നമ്മളിപ്പോൾ കൂട്ടി. ഈ രണ്ട് സംഖ്യകൾ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. നമുക്കിത് ഒന്നിച്ചങ്ങ് ചെയ്താൽ പോരെ. അതായത് 3 + 4 7 എന്നെടുക്കുന്നു. 3 + 4 7 എന്നെടുത്തിട്ട് ഉസാഖ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 × 9 63. ഒരു മൾട്ടിപ്ലിക്കേഷനേ ആവശ്യം വരുള്ളൂ. നമുക്ക് പിന്നെ ഈ ഇടയ്ക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് തുക കണ്ടുപിടിക്കാനാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി സംഖ്യകളുടെ വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ 4 - 3 1, 1 × 9 9 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ആ രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഗുണനഫലവും LCM HCF തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു സമവാക്യവും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളുമാണ് എടുത്തു പോയത്. അതുപോലെ തന്നെ അംശബന്ധവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില LCM HCFൻ്റെ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരു പൊതു സ്വഭാവമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെല്ലാം ചെയ്യുന്ന സ്റ്റെപ്പുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം
ഈക്വൽ ടു അവയുടെ ലസാഗുവിൻ്റെയും ഉസാഖയുടെയും ഗുണനഫലം. ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ അധ്യായത്തിലൂടെ കവർ ചെയ്തത്. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു.